രക്തബന്ധത്തിൽപ്പെട്ടവർ മരിച്ചു കഴിഞ്ഞാൽ 1 വർഷം കഴിയാതെ ശബരിമലയിൽ പോകാമോ? ഒരുപാട് പേർ സംശയം ചോദിച്ചതിനാലാണ് അല്ലെങ്കിൽ അവരുടെ സംശയപ്രകാരമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പണ്ട് കാലത്ത് അമ്മയോ അല്ലെങ്കിൽ അച്ഛനോ ഒക്കെ മരിച്ചു കഴിഞ്ഞാൽ പിണ്ഡം മുതലായ ക്രിയകളൊക്കെ കഴിഞ്ഞാലും സംവത്സര ശ്രാദ്ധം കഴിയും വരെ ദീക്ഷയെടുത്ത് പിതൃപൂജ നടത്തി വൈതരണി നദി കടത്തിവിട്ട് സ്വർഗത്തിലെത്തിക്കുന്ന ചടങ്ങാണ് നടന്നിരുന്നത്. അങ്ങനെ ഈ ദീക്ഷയെടുത്തയാൾ പിതൃപൂജ ചെയ്യുന്നു. അത് 1 വർഷത്തെ കാലയളവാണ് എന്നതിനാൽ ഒരു പൂജ തുടങ്ങി അത് അവസാനിക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ അതിനിടയ്ക്ക് വേറൊന്നും ചെയ്യാറില്ല. അതിനാൽ ആ വർഷത്തിൽ മലയ്ക്ക് പോകുക മുതലായ വ്രതകാര്യങ്ങൾക്ക് പറ്റാറില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഇന്ന് അത്തരം പിതൃക്രിയകളൊക്കെ ചുരുങ്ങി വന്ന് പിണ്ഡം വരെയായി ഇരിക്കുകയാണ്. അതിനാൽ പുല കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ആരാധനയും അനുഷ്ഠാനങ്ങളും ഒക്കെ തുടരാം, അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെയാണ് തുടർന്നു പോരുന്നത്. പണ്ട് മിക്കവാറും ഭവനങ്ങളിൽ മരിച്ചു കഴിഞ്ഞ് 1 വർഷം വരെ അസ്ഥി വീട്ടിൽ വെച്ച് വിളക്ക് തെളിച്ചിട്ടാണ് അത് നിമഞ്ജനം ചെയ്യാറുള്ളൂ. അതിനാൽ അന്ന് എല്ലാവരും 1 വർഷം കഴിഞ്ഞാണ് ക്ഷേത്രങ്ങളിൽ പോകുകയുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് അസ്ഥി 16-ന്റെ അന്ന് നിമഞ്ജനം ചെയ്യും എന്നതാണ് നമ്മൾ ഓർക്കേണ്ടത്. ഒരാൾ 1 വർഷം വരെ ഈ പിതൃപൂജ ചെയ്യുന്നില്ല എങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം വീട്ടിലിരിക്കരുത്, ക്ഷേത്രത്തിൽ പോകേണ്ടത് തന്നെയാണ്. അല്ലാതെ ആരാധന തുടരാതിരിക്കുന്നതിന് ഇത്തരം നിബന്ധനകളിൽ മുറുകെ പിടിച്ചിരിക്കുന്നത് മൂഢത്വം തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. കുടുംബത്തിലുള്ളവർ ആരെങ്കിലും മരിച്ചാൽ 16-ന് പുല വീടും എങ്കിലും സ്ത്രീജനങ്ങൾ കഴിവതും 41 ദിവസം കഴിഞ്ഞാണ് അമ്പലത്തിൽ പോകുകയുള്ളൂ. പുല വീടിക്കഴിഞ്ഞാൽ അമ്പലത്തിൽ നിന്നും പുണ്യാഹമൊക്കെ വാങ്ങി ഭവനത്തിലും കിണറ്റിലുമൊക്കെ തളിച്ച് ശുദ്ധി വരുത്തും. 1 വർഷം വരെ അങ്ങനെ ക്ഷേത്രത്തിൽ പോകുന്നതും പോകാത്തതും ഓരോ വ്യക്തിയുടെയും ഇഷ്ടം പോലെ സ്വയം എടുത്ത തീരുമാനം പോലെയാകും. അല്ലാതെ 1 വർഷം കഴിഞ്ഞേ അമ്പലത്തിൽ കയറാൻ പാടുള്ളൂ എന്നൊന്നും നമ്മുടെ ഹൈന്ദവ ഗ്രന്ഥങ്ങളിലോ അല്ലെങ്കിൽ ആചാരങ്ങളിലോ അനുഷ്ഠാനങ്ങളിലോ ഒന്നും ബന്ധപ്പെട്ട് തന്നെ പറയുന്നില്ല. നമ്മുടെ ബന്ധു മരിച്ചു പുല വന്നു കഴിഞ്ഞാൽ ക്രിയാദികൾ കഴിഞ്ഞ് വീണ്ടും മുദ്ര അണിഞ്ഞ്, അതായത് ദീക്ഷ സ്വീകരിച്ച് നമ്മുടെ ശബരിമലയിൽ പോവുക എന്നത് പണ്ട് കാലത്ത് സാധ്യമായിരുന്നില്ല. എന്നാൽ ഈ മണ്ഡലകാലത്ത് പ്രത്യേക സമയത്തും അല്ലാതെ നട തുറക്കാറില്ലല്ലോ പണ്ട് കാലത്തൊക്കെ. എന്നാൽ ഇക്കാലത്ത് മാസപൂജയുള്ളതിനാൽ തന്നെ അത് നിങ്ങൾക്ക് സാധ്യമാകുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ അച്ഛനോ അമ്മയോ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അസ്ഥി നിങ്ങളുടെ വീട്ടിലാണ് വയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ 1 വർഷത്തേക്ക് നമുക്ക് എന്തായാലും സന്നിധാനം പോലുള്ള ക്ഷേത്രങ്ങളിലേക്ക് പോകാൻ പറ്റില്ല. ഇനി അതല്ല, നിങ്ങൾ 16 കഴിഞ്ഞ് ഈ അസ്ഥി കൊണ്ട് ഒഴുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഓരോരുത്തരുടെ ഒരു വിശ്വാസമാണ് അത് പിന്നെ എങ്ങനെ ചെയ്യണം എന്നുള്ളത്. നമ്മൾ പിന്നെ അസ്ഥി നമ്മുടെ വീട്ടിലില്ല, നമ്മൾ ഇതുപോലെയുള്ള പിതൃപൂജയൊന്നും ചെയ്യുന്നില്ല, പിന്നെ 1 വർഷത്തേക്ക് ചെയ്യുന്നില്ല, അതിന് മുന്നേ തന്നെ ഈ ക്രിയകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ പോകാണ്ട് വീട്ടിലിരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഇല്ല എന്നാണ് പറയുന്നത്.